തിരുവനന്തപുരം എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ആദ്യമായിട്ട് എത്തുന്നത് പത്മനാഭ സ്വാമി ക്ഷേത്രമാണ്. പത്മനാഭൻ്റെ മണ്ണ് എന്നാണ് തിരുവനന്തപുരത്തെ വിശേഷിപ്പിക്കുന്നത്. തിരുവനന്തപുരം എന്ന പേര് വന്നത് തന്നെ തിരു അനന്തപുരം എന്നാണ്. തിരു എന്ന് പറയുന്നത് വളരെ റെസ്പെക്റ്റോടുകൂടി പറയുന്നതും, അനന്ത എന്ന് പറയുന്ന ഈ നാഗത്തിൻ്റെ പേരിനെ ബേസ് ചെയ്തിട്ടുള്ളതും, പുരം എന്ന് പറയുന്ന ഒരു നഗരം എന്നുള്ളതാണ്. തിരുവനന്തപുരം എന്ന് പറയുന്നത് തന്നെ ഈ അമ്പലത്തെ ബേസ് ചെയ്തിട്ടാണ്, പത്മനാഭ ക്ഷേത്രത്തെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. ചരിത്രം പറയുന്നത് 5000 വർഷം പഴക്കമുള്ള ക്ഷേത്രമാണിത്. എന്നിരുന്നാലും 1750 മാർത്താണ്ഡവർമ്മ മഹാരാജാവാണ് ഇതിനെ പുതുക്കി പണിത് ഈ കാണുന്ന രൂപത്തിലേക്ക് മാറ്റിയതെന്നാണ്. അതുകൂടാതെ തൃപ്പടിദാനം എന്ന ഒരു ചടങ്ങ് നടത്തുകയും ചെയ്തിരുന്നു. തൃപ്പടിദാനം എന്ന് പറയുന്നത് രാജ്യം പത്മനാഭന് സമർപ്പിക്കുകയും അതിനുശേഷം വന്ന എല്ലാ രാജാക്കന്മാരും പത്മനാഭ ദാസന്മാരായിട്ടാണ് ഇവിടെ ഭരണം നടത്തിയിരുന്നതും എന്നാണ് ചരിത്രം പറയുന്നത്. ഇതിൻ്റെ സ്ട്രക്ചർ ചെയ്തിരിക്കുന്ന രീതി ഇതിനകത്ത് കയറിയാലേ മനസ്സിലാകത്തുള്ളൂ. 365 പില്ലേഴ്സ് വെച്ചിട്ടാണ് ഇതിൻ്റെ കോറിഡോറെല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത്. ആ ഓരോ പില്ലറിലും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ആർട്ടിസ്റ്റിക്കായിട്ടുള്ള രൂപങ്ങൾ കാണാൻ പറ്റും. നമ്മൾ ഹിന്ദു മിത്തോളജിയെല്ലാം അതിൽ കൊത്തിവെച്ചിരിക്കുകയാണ് 365 ഈ പില്ലേഴ്സിലും. മാത്രവുമല്ല ഇതിൻ്റെ മെയിൻ ഡേറ്റിയെ നിർമ്മിച്ചിരിക്കുന്നത് തന്നെ നേപ്പാളിൽ നിന്ന് കൊണ്ടുവന്ന സാളഗ്രാമം എന്ന് പറയുന്ന ഒരു മെറ്റീരിയലുണ്ട്. അതിൻ്റെ പുറത്ത് കടും ശർക്കര തേച്ചാണ് അത് ഉണ്ടാക്കിയിരിക്കുന്നത്. നമ്മൾ കുറച്ച് ബുദ്ധിമുട്ടിയാലും ഇതിനകത്തൊന്ന് കയറേണ്ടതാണ്. കാരണം ഇവിടെ വരുമ്പോൾ ഇതിൻ്റെ കുറച്ച് ആചാരങ്ങളുണ്ട്. നമ്മൾ ട്രൗസർ ഇട്ടുകൊണ്ടൊന്നും അകത്ത് വിടത്തില്ല, ഷർട്ട് ഇട്ടുകൊണ്ട് വിടത്തില്ല. അപ്പോൾ ഇവിടെ ഒന്നുകിൽ നമ്മൾ മുണ്ടെടുത്തുകൊണ്ട് വരണം, ഷർട്ട് ഇടാതെ ആണ് അകത്ത് പോവേണ്ടത്. സ്ത്രീകൾക്ക് വരുമ്പോൾ തന്നെയും അവർക്കും ഈ ജീൻസൊന്നും അങ്ങോട്ട് വിടത്തില്ല, സാരിയൊക്കെ ഉടുത്തുകൊണ്ട് വന്നിട്ടാണ് അകത്തോട്ട് പോകേണ്ടത്. ഇല്ലെങ്കിൽ ഇവിടെ മുണ്ട് വാടകയ്ക്ക് കിട്ടുകയും ചെയ്യും. ആ മുണ്ടും എടുത്ത് കൊടുത്ത് അകത്ത് പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ അന്നത്തെ കൺസ്ട്രക്ഷൻ നമുക്ക് ശരിക്കും നമുക്കൊന്ന് കണ്ടിരിക്കേണ്ടത് തന്നെയാണ്. ഈ ക്ഷേത്രത്തിൻ്റെ മറ്റൊരു പ്രാധാന്യം എന്ന് പറയുന്നത് ഇവിടുത്തെ പ്രധാന ഉത്സവ ഘോഷയാത്ര കടന്നു പോകുന്നത് ട്രിവാൻഡ്രം എയർപോർട്ടിലൂടെയാണ്. അപ്പോൾ അന്നേ ദിവസം ട്രിവാൻഡ്രം എയർപോർട്ട് ടെമ്പററി ആയിട്ട് അടച്ചിടുകയും ഈ ഘോഷയാത്ര അതിലെ കടന്നു പോകാൻ അനുവദിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. ഇന്നും അത് തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഒരു ദിവസം അവിടെ എയർപോർട്ട് അടച്ചിട്ടിട്ട് ഇതിൻ്റെ ഘോഷയാത്രകൾ എയർപോർട്ടിലൂടെ കടന്നു പോകുന്നു എന്ന് പറയുന്നത് ഇതിൻ്റെ പ്രാധാന്യത്തെയാണ്. നമ്മളിവിടെ നിൽക്കുന്നു, ഇത് അമ്പലമാണ്. അമ്പലത്തിൻ്റെ ഈ സൈഡിൽ വന്നു കഴിഞ്ഞാൽ ഈ ഉത്സവം വരുമ്പോൾ ഇതുവഴി സ്ട്രൈറ്റ് പോയി കഴിഞ്ഞാൽ എയർപോർട്ടിലെത്തും എന്നുള്ളതാണ്. ഇതാണ് എയർപോർട്ട് ടു എയർപോർട്ട്. അപ്പോൾ ഇവിടുത്തെ ക്ഷേത്ര ആചാരപ്രകാരം ഇത് ഉത്സവം ഇവിടെ നിന്ന് ഇറങ്ങി ഇതുവഴി നേരെ എയർപോർട്ട് വഴിയാണ് അത് കടലിലേക്ക് പോകുന്നത്. ഈ കാണുന്ന ആ ഒരു മണിക്ക് തന്നെ ഒരു പ്രത്യേകതയുണ്ടെന്നാണ് പറയുന്നത്. അത് ഓരോ മണിക്കൂറിലും 2 ആടുകൾ വന്ന് രണ്ട് സൈഡിൽ ഇടിക്കുന്നു. അത് ഇപ്പോഴും വർക്കിംഗ് ആണ്. ഇതിനൊരു പ്രത്യേക പേരുമുണ്ടെന്ന് പറയുന്നു. ഇത് കാണാനുമായിട്ടും ധാരാളം ആൾക്കാർ പല സ്ഥലങ്ങളിൽ നിന്ന് വരുന്നുണ്ട്. ഈ 2011 ഇവിടുത്തെ ഈ ഓഡിറ്റിങ്ങിന് ശേഷമാണ് ഇത്രയും നിധിശേഖരം ഇവിടെ ഉണ്ടെന്ന് മനസ്സിലാക്കിയതും ലോകമെമ്പാടും ഇത്രയും പ്രശസ്തമായതും എന്നുകൂടി പറയേണ്ടിയിരിക്കുന്നു. നമ്മൾ ഈ സൈഡിൽ കൂടെ വരുമ്പോൾ മറ്റ് ഒരു കാര്യം രസകരമായി തോന്നിയത്, ഈ കാണുന്നത് നമുക്ക് പല സ്ഥലങ്ങളിലും കണ്ടിട്ടുണ്ട്. ഈ ചുമട് താങ്ങികൾ എന്ന് പറയുമല്ലോ, റോഡിൻ്റെ സൈഡിലൊക്കെ മുമ്പുണ്ടായിരുന്നു. മുമ്പ് ആൾക്കാർ ട്രാൻസ്പോർട്ട് ചെയ്തിരുന്നത് ആൾക്കാർ തലച്ചുമടായിരുന്നല്ലോ. തലച്ചുമട് കൊണ്ടുവരുമ്പോൾ അവർക്ക് റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ട് അവരിരുന്ന് റെസ്റ്റ് എടുത്ത് വീണ്ടും തലയിൽ, അപ്പോൾ ആരുടെയും സഹായമില്ലാതെ അവർക്ക് ഇറക്കി വയ്ക്കാനും വീണ്ടും തലയിലേക്ക് എടുത്ത് വയ്ക്കാനും പറ്റുമെന്നുള്ളതാണ്. ഇത്തരം പല റോഡിൻ്റെ സൈഡുകളിലും ഒരു പക്ഷേ കണ്ടു കാണും. ഇതിന് ചുമട് താങ്ങികളാണ് ഇതെല്ലാം. ഈ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിലെ ദർശന സമയം എന്ന് പറയുന്നത് രാവിലെ 3:30-ക്ക് തുറക്കും. തുറന്നു കഴിഞ്ഞാൽ പിന്നെ പല പൂജകൾക്കായി അടയ്ക്കുന്നത് മാത്രമല്ലാതെ
7 മണി മുതൽ 8:30 മണി വരെ ഇതിനകത്ത് പ്രവേശനം ഉണ്ടാവില്ല. അത് ഈ രാജകുടുംബങ്ങൾക്ക് വേണ്ടി മാത്രമുള്ളതാണ്. അത് 7 മണി മുതൽ 8:30 മണി വരെ. പിന്നെ 12 മണിക്ക് അടയ്ക്കുന്നു, വീണ്ടും 5 മണിക്ക് തുറക്കുന്നു. 7:20 ലാസ്റ്റിൽ നമുക്ക് ഇതിനകത്തോട്ട് കയറാൻ പറ്റുന്നത്. അതുകൊണ്ട് ഈ സമയം കൂടെ നോക്കി വന്നു കഴിഞ്ഞാൽ പകൽ വരുമ്പോൾ 7 തൊട്ട് 8:30 മണി വരെ ഇവിടെ ഇതിനകത്തേക്ക് പ്രവേശനമില്ല എന്നുള്ളത് ഒന്ന് മനസ്സിലാക്കിയിരുന്നാൽ നമുക്ക് കുറച്ച് ടൈം സേവ് ചെയ്യാൻ പറ്റും. ഈ അമ്പലത്തിൻ്റെ മുൻവശത്ത് ഇടതുഭാഗത്തായി പത്മതീർത്ഥ കുളമുണ്ട്. പത്മതീർത്ഥ കുളം ഇവിടെ വന്നപ്പോൾ നമ്മൾ കാണാൻ കഴിയുന്നത് ആൾക്കാരെല്ലാം അരിയെറിയുന്നു, ധാരാളം വലിയ മീനുകളെയൊക്കെ കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഓരോ ആചാരങ്ങളാണ്. ഒരാളുടെ അടുത്ത് ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുന്നത് പുറത്തെല്ലാം ഉണ്ണിയെല്ലാം പോകാനായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടാണ് അദ്ദേഹം അരിയെറിഞ്ഞതെന്നാണ് പറയുന്നത്. ഏതായാലും പത്മതീർത്ഥക്കുളം ഇത്രയും വലിയൊരു കുളം ആ കാലത്ത് ഉണ്ടാക്കുകയും ഇതിൻ്റെ മധ്യത്ത് കിണറുകളുണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഇതൊരു ഹൈ സെക്യൂരിറ്റി ഏരിയയാണ്. അപ്പോൾ നമ്മളിവിടെ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊബൈൽ ഫോണൊന്നും അകത്തേക്ക് വിടത്തില്ല, ഇലക്ട്രോണിക് ഐറ്റംസ് ഒന്നും വിടത്തില്ല. നമ്മൾ ഷർട്ടെല്ലാം ഊരി വെച്ചിട്ടാണ് പോകേണ്ടത്. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ പ്രധാനമായിട്ടുള്ളത്. തിരുവനന്തപുരത്ത് വരുമ്പോൾ ഞങ്ങൾ ഇപ്പോൾ കന്യാകുമാരി മുതൽ കാസർഗോഡ് വരെ പോവുകയല്ലേ, അപ്പോൾ ഒരുപാട് സമയം ഇവിടെ സ്പെൻഡ് ചെയ്യാതെ ഇനി ഞങ്ങൾ അടുത്തതായിട്ട് പോകുന്നത് ചാല കമ്പോളത്തിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഇവിടെ ചാല കമ്പോളം എന്ന് പറയുന്നത് വളരെ പ്രശസ്തമാണ്. അവിടെ പോയിട്ട് അവിടുത്തെ വിശേഷങ്ങൾ അടുത്തതായി കാണാം. നമ്മൾ ചാല കമ്പോളത്തിൽ എത്തിയിരിക്കുകയാണ്. 18-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിലാണ് രാജ കേശവദാസ് ദിവാൻജിയുടെ നേതൃത്വത്തിലാണ് ഈ ചാലയുടെ തുടക്കം. നമുക്ക് പല പല സെക്ഷനുകളായിട്ട് ഇവിടെ തിരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞില്ല. ഇതിനകത്ത് മൊത്തം പച്ചക്കറിയുടെ സെക്ഷനാണ്. നമുക്ക് ഏതായാലും അതിനകത്തോട്ട് പോയി നോക്കാം. തിരുവനന്തപുരത്തുകാരുടെ ഒരു വിശ്വാസം എങ്ങും കിട്ടിയില്ലെങ്കിലും ഇവിടെ വന്നാൽ സാധനം കിട്ടുമെന്നുള്ളൊരു വിശ്വാസം കൂടിയുണ്ട്. ഏതായാലും നമുക്ക് നോക്കിയിട്ട് വരാം. ഈ മാർക്കറ്റ് എന്ന് പറയുന്നത് ഒരുപക്ഷെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ മാർക്കറ്റുകളിൽ ഒന്നാണെന്ന് പറയാം. കാരണം പല സ്ഥലങ്ങളിൽ നിന്നും ബൾക്കായിട്ട് സാധനങ്ങൾ ഇവിടെ വരെയും ഇവിടെ നിന്നാണ് ബാക്കി ഡിസ്ട്രിക്റ്റുകളിലേക്കെല്ലാം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. അതായത് ഹോൾസെയിൽ നടക്കുന്നത് ഇവിടെ നിന്നാണ്, ഇവിടത്തേക്കാണ് വരുന്നത്. ഇപ്പോൾ തമിഴ്നാട്ടിൽ നിന്നായാലും പഞ്ചാബിൽ നിന്നായിരുന്നാലും എല്ലാം ബൾക്കായിട്ട് സാധനങ്ങൾ വരുന്നത് ഈ ചാല മാർക്കറ്റിലാണ്. ഇവിടെ നിന്നിട്ടാണ് കൊല്ലം പോലെയുള്ള മറ്റ് ഡിസ്ട്രിക്റ്റുകളിലേക്ക് എല്ലാം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതും. അതുകൊണ്ട് തന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ വളരെ വില കുറച്ചും എല്ലാ സാധനങ്ങളും നമുക്കിവിടെ കിട്ടാൻ കഴിയും. ഇതിപ്പോൾ പച്ചക്കറിയുടെ ഏരിയ മാത്രമാണ്. ഇതുപോലെയുള്ള പല പല ഏരിയാസ് ഉണ്ട്. നമുക്ക് അങ്ങോട്ടെല്ലാം പോയിട്ട് വരാം. ചാലയിൽ എല്ലാ തരവും കച്ചവടവും നടക്കുന്നു എന്ന് പറഞ്ഞല്ലോ. നമ്മളിപ്പോൾ ഈ ഏരിയ മൊത്തം കണ്ടത് വെജിറ്റബിൾസാണ്. അത് അങ്ങറ്റം വരെ ഉണ്ട്. അതുകൂടാതെ ഇവിടുത്തെ ഫിഷ് മാർക്കറ്റ് ഉണ്ട്. ഫിഷ് നമുക്ക് അത് ഏതായാലും അതും കൂടെ ഒന്ന് കണ്ടിട്ട് പോവാം. ഫിഷ് മാർക്കറ്റ് ഒരു കാര്യം മനസ്സിലാക്കുന്നത്, നമുക്ക് ഇവിടെ അധ്വാനിക്കാൻ കഴിവുള്ളവർക്കാണെങ്കിൽ ഇതുപോലെയുള്ള സാധനങ്ങൾ ഇവിടെ നിന്ന് വന്ന് വാങ്ങിക്കൊണ്ട് സിറ്റി കൊണ്ടുപോയി വിറ്റ് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇരട്ടി വില കിട്ടത്തില്ലേ. അപ്പോൾ അധ്വാനിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും അധ്വാനിക്കണമെന്ന് വിചാരിക്കുന്നവർക്കും ശരിക്കും ഇവിടെ നിന്ന് വന്ന് സാധനം എടുത്തുകൊണ്ട് പോയി മറ്റ് സ്ഥലങ്ങളിൽ വിറ്റ് കഴിഞ്ഞാൽ തന്നെ നല്ല ഒരു പ്രോഫിറ്റ് കിട്ടുന്ന രീതിയിലാണ് ഇവിടെ വന്നപ്പോൾ എനിക്ക് മനസ്സിലാവും. അത്രയ്ക്ക് വില കുറവാണ്. ഞാൻ മീനൊക്കെ നോക്കിയപ്പോൾ തന്നെ വളരെ വളരെ 50 രൂപയ്ക്കൊക്കെ അയലകളൊക്കെ കിട്ടുന്നു.
അപ്പോൾ എന്തുകൊണ്ടും അടുത്തൊരു ബിസിനസ് ചെയ്യാൻ പറ്റിയവർക്ക് ഏറ്റവും നല്ല സ്ഥലം കൂടിയാണ് ഈ ചാല മാർക്കറ്റ്. ചാലയ്ക്കകത്ത് വരുമ്പോൾ ഒരു 4 ജംഗ്ഷനുണ്ട്. ഇവിടെ വരുമ്പോഴത്തേക്ക് 4 റോഡുകൾ ചേരുന്ന ഒരു ജംഗ്ഷനുണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഫോർ എക്സാമ്പിൾ ഇതിൻ്റെ മുമ്പ് വന്നു കഴിഞ്ഞാൽ റൈറ്റിലോട്ട് പോയി കഴിഞ്ഞാൽ ഇരുമ്പ് സംബന്ധമായ എല്ലാ സാധനങ്ങളും നമുക്ക് കിട്ടും. ഈ സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് പൂവ് എല്ലാം കിട്ടും. ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പച്ചക്കറികൾ, മീറ്റ്, ഫിഷ് എല്ലാം ഇങ്ങോട്ട് കിട്ടും. ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പാത്രങ്ങളുടെ കടയാണ്. അങ്ങനെ ഒരു 4 ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഈ ഒരു ജംഗ്ഷനിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് 4 സൈഡിലേക്ക് പോകാൻ കഴിയും. അതുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ മേടിക്കണം എന്ന് ആഗ്രഹിക്കുന്നവർ ഡെഫിനറ്റായിട്ട് ഇവിടെ വന്നിട്ടാണ് ഒരു തീരുമാനം എടുക്കുന്നത്. ഇരുമ്പാണോ വേണ്ടത്, പച്ചക്കറിയാണോ വേണ്ടത്, ഫ്ലവേഴ്സാണോ വേണ്ടത്, പാത്രങ്ങളാണോ വേണ്ടത്. ചാല മാർക്കറ്റ് വന്നപ്പോൾ ആ ഇരുമ്പ് വ്യവസായത്തിൻ്റെ ജംഗ്ഷനിലേക്കാണ് ഇങ്ങോട്ട് തിരിഞ്ഞു വന്നതെങ്കിലും കയറിക്കഴിഞ്ഞാൽ ഫസ്റ്റ് റൈറ്റ് കാണുന്നത് നമുക്ക് ഈ പഴയ സാധനങ്ങളുണ്ട്. ഇപ്പോൾ കാറിൻ്റെതാവട്ടെ, ഈ നമ്മൾ ആക്രി സാധനങ്ങളെന്നൊക്കെ പറയും, അതുപോലെ തന്നെ ഈ പഴയ സാധനങ്ങൾ, പിന്നെ ആൻറ്റീക്ക് ആയിട്ടുള്ള സാധനങ്ങൾ, പഴയ സാധനങ്ങളും നമുക്കിവിടെ വന്ന് നോക്കിക്കഴിഞ്ഞാൽ വീട്ടിൽ ഷോക്കേസിലൊക്കെ വയ്ക്കാൻ പറ്റിയ പഴയ സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് നമുക്ക് പുതുക്കി വയ്ക്കാവുന്ന കാര്യങ്ങളാണ് ഇങ്ങോട്ടുള്ളത്. ഇങ്ങോട്ടെല്ലാം ഇരുമ്പിൻ്റെയും മറ്റ് സാധനങ്ങളുടെയും വിൽപ്പനയാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ മറ്റൊരു പ്രത്യേകത ഉണ്ടാക്കിക്കഴിഞ്ഞാൽ പൂട്ട് ഇങ്ങനെയൊക്കെ ഉള്ളത് ഏത് വേണം അവർ ഉണ്ടാക്കി തരികയും ചെയ്യുമെന്നാണ് പറയുന്നത്. പിന്നെ ഗേറ്റിൻ്റെ ഗ്രില്ലുകൾ, നമുക്ക് ഈ ഇപ്പോൾ കൊതുക് വരാതിരിക്കാൻ അടിക്കുന്ന നെറ്റുകളൊക്കെ ഉണ്ടല്ലോ, അതെല്ലാം ഇവിടെ വളരെ തുച്ഛമായ വിലയ്ക്ക് കിട്ടുമെന്നാണ് പറയുന്നത്. ചാലയിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് 2 കാര്യങ്ങൾ കാണാൻ പറ്റും. ഇവിടെ ഒറ്റ നോട്ടത്തിൽ കാണാൻ പറ്റുമെന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ നിന്ന് ഈ സൈഡിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ ചാലയിലെ പള്ളി കാണാം. അതുപോലെ തന്നെ ശ്രീ പത്മനാഭ ക്ഷേത്രത്തിൻ്റെ ഗോപുരം ഇവിടെ നോക്കിയാൽ കാണാം. അപ്പോൾ അത് ഈ ചാലയും ഈ പത്മനാഭ സ്വാമി ക്ഷേത്രവും അതിൻ്റെ ഉത്സവങ്ങളും എല്ലാം ഇതിനോട് യോജിച്ച് കിടക്കുന്നു എന്നുള്ളതാണ് നമുക്ക് അനുമാനിക്കാൻ കഴിയുന്നത്. സാധാരണ നമ്മൾ ആൾക്കാരെല്ലാം ഈ വിളക്കുകൾ വാങ്ങാനായിട്ട് വരുന്ന സ്ഥലം കൂടിയാണ് ഈ ചാല ബസാർ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ പല വെറൈറ്റി വിളക്കുകൾ കിട്ടും. മാത്രമല്ല നമ്മൾ ലോക്കലായിട്ട് കിട്ടുന്നതിനേക്കാൾ വളരെ തുച്ഛമായ റേറ്റിൽ ഇവിടെ കിട്ടുകയും ചെയ്യുമെന്നാണ് പറയുന്നത്. ഇവിടെ എവിടെ നോക്കിയാലും കാണാം. ഇപ്പോൾ ഇതെല്ലാം പണ്ടേ ചാലയിലുള്ള വിളക്ക് കടകളാണ്. ഇത് തിരുവനന്തപുരം ജില്ലയുടെ എല്ലാ സ്ഥലത്തേക്കും പൂക്കൾ എത്തുന്നത് ഈ ചാല മാർക്കറ്റിൽ നിന്ന് തന്നെയാണ്. ഇവിടെ പൂ വരുന്നത് തോവാളം എന്ന പറയുന്ന സ്ഥലത്തു നിന്നാണ് പൂക്കൾ ഇവിടെ വരുന്നത്. ഇവിടെ നിന്ന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്താണ് എല്ലായിടത്തും പോകുന്നത്. ഇപ്പോൾ വിഷുവിനായിരുന്നാലും ഓണത്തിനായിരുന്നാലും, ഇപ്പോൾ ഓണത്തിന് പൂക്കള മത്സരം എവിടെ നടന്നാലും അതിൻ്റെ എല്ലാം പൂക്കൾ പോകുന്നത് ഈ ചാല മാർക്കറ്റിൽ നിന്ന് തന്നെയായിരിക്കും. വിഷുവൊക്കെ ആകുമ്പോഴാണ് ഇവർക്ക് കൊയ്ത്ത്. മാത്രമല്ല ഇതിപ്പോൾ ഒരു നോർമൽ ഡേ ആയിട്ട് പോലും ഇത്രയും പൂമാലകൾ അവർ കെട്ടിയിട്ടിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റായിട്ട് ഇത്രയും ചിലവും ഉണ്ടാവും. വെറുതെ കെട്ടിയിടത്തില്ലല്ലോ. ഇങ്ങനെയുള്ള 100 കണക്കിന് ഷോപ്പുകൾ ഇവിടെ ഉണ്ട്. അതാണ് ഈ ചാല മാർക്കറ്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് വേണമെങ്കിലും ഇവിടെ വന്നു കഴിഞ്ഞാൽ അതിൻ്റേതായ പ്രത്യേക സെക്ഷൻ തന്നെ ഉണ്ട്. നമുക്ക് ഏറ്റവും കുറഞ്ഞ നിരക്കിൽ കിട്ടുകയും ചെയ്യും. ചാല മാർക്കറ്റിൽ വന്നത് ഒരു അനുഭവം തന്നെയായിരുന്നു. പക്ഷേ 1-2 കാര്യങ്ങൾ നമ്മളിനി വരികയാണെങ്കിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മൾ കാറിലൊന്നും ഇവിടെ വന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല. കാരണം കാറൊന്നും കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇതിനകത്തോട്ട് വരാൻ പറ്റത്തില്ല. കാർ എവിടെയെങ്കിലും വെളിയിൽ എവിടെയെങ്കിലും നിർത്തിയിട്ട് നടന്നു വരിക എന്നുള്ളതാണ് ഇവിടുത്തെ ചാല മാർക്കറ്റിലേക്ക് വരേണ്ട ഒരു ടിപ്പെന്ന് പറയുന്നത്. പിന്നെ ഇവിടെ ആഹാരം കഴിക്കാനായിട്ട് ധാരാളം ആൾക്കാർ വരുന്നുണ്ട്. ഇവിടെയാണ് കേത്തൽ ചിക്കൻ എന്ന് പറയുന്ന ഒരു വളരെ ഫേമസ് ആയിട്ടുള്ളൊരു ചിക്കൻ ഷോപ്പുണ്ട്. പിന്നെ മുബാറക്കിൻ്റെ ഫിഷ് ഷോപ്പുണ്ട്. പിന്നെ ആസാദ് ഹോട്ടൽ തുടങ്ങിയതെല്ലാം അതിൻ്റെ ഉത്ഭവ സ്ഥാനം തന്നെ ഇവിടെ തന്നെയാണ്. ട്രിവാൻഡ്രത്ത് പല സ്ഥലങ്ങളിലും ഉണ്ടല്ലോ ആസാദ് ഹോട്ടൽ എന്ന് പറയുന്നത്. പക്ഷേ അതെല്ലാം തുടങ്ങിയതും ഈ സ്ഥലത്തു നിന്ന് തന്നെയായിരിക്കും. പക്ഷേ ഇവിടെ വരുമ്പോൾ നമുക്ക് കുറച്ച് സമയം സ്പെൻഡ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ സാധനങ്ങൾ വളരെ ചീപ്പായിട്ട് കിട്ടും. നമുക്ക് എന്താവശ്യമുണ്ടെങ്കിലും കിട്ടും. മാത്രവുമല്ല നമുക്ക് കുറച്ച് ഐഡിയാസും കിട്ടും. വീടൊക്കെ നമുക്ക് എങ്ങനെ ഡെക്കറേറ്റ് ചെയ്യണം, അതിന് വീട്ടിലൊക്കെ എന്തെല്ലാം വെക്കാൻ പറ്റും എന്നുള്ള ഒരു ഐഡിയാസും കിട്ടും. ഇവിടെ വന്ന് ഒരു ദിവസം എടുക്കും എല്ലാം ഒന്ന് കണ്ടുവരെയും കുറച്ച് പൂവൊക്കെ വാങ്ങി നല്ലൊരു ആഹാരവും കഴിച്ച് നമുക്ക് പോകാൻ പറ്റും. ഇവിടെ വന്നപ്പോൾ നമുക്ക് നൊസ്റ്റാൾജിയ തോന്നുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഇതൊക്കെ നമുക്ക് പണ്ട്
നമ്മൾ തവി ഉപയോഗിച്ചിരുന്നതെല്ലാം ഇതാണ്, തേങ്ങയുടെ ചിരട്ട വെച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ഇതെല്ലാം ഉണ്ട്. ഈ കുട്ട, വട്ടി, കയറ് ഇതെല്ലാം ഇവിടെ ഉണ്ട്. നമുക്ക് പഴയ സാധനം മുതൽ പുതിയ സാധനങ്ങൾ വരെ കാണണമെങ്കിൽ നമ്മൾ ചാല മാർക്കറ്റിലാണ് വരേണ്ടത്. ഏതായാലും ഈ ചാല കഴിഞ്ഞ് ഞങ്ങൾ ട്രിവാൻഡ്രത്ത് തന്നെ മറ്റൊരു ഡെസ്റ്റിനേഷനിലേക്ക് പോവുകയാണ്. ഞങ്ങൾ ട്രിവാൻഡ്രം എയർപോർട്ടിൽ നിന്ന് ഈ ഇവിടുത്തെ ഹൈവേ വഴി വന്നപ്പോൾ ഈഞ്ചക്കൽ എന്ന് പറയുന്ന സ്ഥലത്ത് ഒന്ന് ആഹാരം കഴിക്കാമെന്ന് വിചാരിച്ചതാണ്. അപ്പോൾ ഈ ആര്യ ഭവൻ എന്ന് പറയുന്ന ഒരു നല്ല വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റിൻ്റെ അടുത്ത് തന്നെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ആര്യഭവൻ, ഞങ്ങൾ 4 പേരുണ്ട്. നമ്മൾ എല്ലാം ക്യാമറ എല്ലാം ഉണ്ടല്ലോ. അപ്പോൾ ഞങ്ങളൊരു 4 താലി മീൽ ഓർഡർ ചെയ്തിട്ട് കഴിക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഏതായാലും ഇവിടുത്തെ വെജിറ്റേറിയൻ ഫുഡല്ലേ, നമുക്കൊന്ന് പരീക്ഷിച്ച് കളയാം. സാധാരണ നമ്മൾ പുറത്തൊക്കെ പോകുമ്പോഴത്തേക്ക് പലരും വെജിറ്റേറിയൻ മീൽസാണ് പ്രിഫർ ചെയ്യുന്നത്. കാരണം അറിഞ്ഞുകൂടാത്ത മീറ്റൊക്കെ കഴിച്ചിട്ട് പ്രശ്നം ഉണ്ടാക്കണ്ടോ എന്ന് വിചാരിച്ചിട്ടേ. അപ്പം ഞാൻ പ്രിഫർ ചെയ്യുന്നത് പലപ്പോഴും പുറത്ത് പോവുകയാണെങ്കിൽ വെജിറ്റേറിയൻ മീൽ കഴിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഏതായാലും ഇന്നൊരു നമ്മളൊരു താലി മീൽ കഴിക്കാനുള്ള ശ്രമത്തിലാണ്. ഏതായാലും ഓർഡർ ചെയ്തിട്ടുണ്ട്. താലി ഇതിൽ ചപ്പാത്തിയുണ്ട്, വടയുണ്ട്, പഴമുണ്ട്, ഒരു മുളകുണ്ട്, ഇതൊക്കെ ഉണ്ട്. വട എല്ലാം ഉണ്ട്. ശരിക്കും ഒരു വ്യത്യസ്തമായ താലിയാണ് ഇത്. പരിപ്പ്, സാമ്പാർ, തൈര്, ഇത് കഴിയുമ്പോഴായിരിക്കും ചോറ് കൊണ്ടുവരാനുള്ളത്. ഇത് കൂട്ടുകറിയും കൂട്ടി കഴിക്കണം. കഴിച്ച് കഴിയുമ്പോഴത്തേക്കും ചോറ് കൊണ്ടുവരും. നമുക്ക് സംഭാവ് അരിയാണ് ഇട്ടിരിക്കുന്നത്. ഇവിടെ 2 സൈസ് അരി ഉണ്ടെന്ന് അവർ പറഞ്ഞ്. വൈറ്റ് റൈസും ഉണ്ട്, സംഭാവ് റൈസും ഉണ്ട്. അപ്പോൾ ഞാൻ സംഭാവ് റൈസാണ് പറഞ്ഞത്. അതിനോടൊപ്പം നമുക്ക് പരിപ്പും പപ്പടവും വടയും കൂടെ ചേർത്ത് കഴിക്കാം തുടക്കത്തിൽ. ഇതെല്ലാം പിന്നെ കഴിച്ച് തീർന്നിട്ട് ഇതിൻ്റെ അഭിപ്രായം പറയാം. ഗംഭീര ഊണായിരുന്നു. ഇപ്പോൾ ഫൈനലി ഇതിൻ്റെ കുറച്ച് രസവും ചേർത്തൊന്ന് ഫിനിഷ് ചെയ്താൽ പിന്നെ നമുക്ക് കഴിക്കാനുള്ളത് പാൽപ്പായസമാണ്. നല്ല പാൽപ്പായസം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഈ രസം കഴിച്ചിട്ട് ഒരു പാൽപ്പായസം കൂടെ കഴിച്ചു കഴിഞ്ഞാൽ ഇന്നത്തെ ഉച്ചയ്ക്കത്തെ ഊണ് ഗംഭീരമായി. ഇത് ഓരോ തൊടുകറികളും ഭയങ്കര ടേസ്റ്റി ആയിരുന്നു കേട്ടോ. ഇതെല്ലാം എന്ത് തൊടുകറികളൊക്കെ ഉണ്ടാക്കി എല്ലാം നല്ല ടേസ്റ്റായിരുന്നു. എല്ലാം തീർത്ത് വെച്ചിരിക്കുകയാണല്ലേ. ശരിക്കും ഈ തൈര് തന്നെ അവർ ഫ്രഷ് തൈരുണ്ടാക്കി വെച്ചിരുന്നത് ഭയങ്കര ടേസ്റ്റി ആയിരുന്നു. അപ്പോൾ ഇതും കഴിച്ച് പായസവും കുടിച്ചിട്ട് ഞങ്ങൾ ഒരു അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോവുകയാണ്. ഏതായാലും ഇവിടെ വരുമ്പോൾ ഒരു വെജിറ്റേറിയൻ ഫുഡ് കഴിക്കണമെങ്കിൽ ഈ ആര്യഭവൻ നല്ല ഒരു ചോയ്സാണ്. ചാല മാർക്കറ്റിൽ നിന്നും ഏകദേശം ഒരു 4 കിലോമീറ്റർ നമ്മൾ തീരദേശത്തോട് അടുത്ത് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഭീമാപള്ളിയിൽ എത്താൻ കഴിയും. ഈ ഭീമാപള്ളി എന്ന് പറയുന്നത് വളരെ പുരാതനമായ ഒരു മുസ്ലിം ആരാധനാ കേന്ദ്രമാണ്. ഇവിടെ നാനാ മതസ്ഥരും വരുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇവിടെ ഒരു ഹീലിംഗ് പവറുണ്ടെന്നും 2 കിണറുകളുണ്ടെന്നും പറയപ്പെടുന്നു. 2 കിണറുകളുണ്ട്. നമുക്ക് അകത്തോട്ട് പോയി നോക്കാവുന്നതാണ്. ഒരു കിണറിലെ വെള്ളം തണുത്ത വെള്ളവും ഒരു കിണറിലെ വെള്ളം ചൂടുവെള്ളവും എന്നാണ് പറയുന്നത്. എല്ലാ മതവിഭാഗത്തിൽപ്പെട്ടവരും ഈ ഭീമാപള്ളിയിൽ വരാറുണ്ട്. ഈ പള്ളിയുടെ ചരിത്രം പറയുകയാണെങ്കിൽ നബി പരമ്പരയിൽപ്പെട്ട സൈറുനിസ ഭീമ ബീവിയും അവരുടെ മകനും ഈ സ്ഥലത്ത് വരികയും ഈ സ്ഥലത്തുള്ള ആൾക്കാരുമായിട്ട് സമ്പർക്കം പുലർത്തുകയും അവരുടെ രോഗശാന്തിയിൽ ഒരു ഭാഗമാക്കാവുകയും മാത്രമല്ല മതപഠന ക്ലാസ്സുകൾ നടത്തുകയും ചെയ്ത് അവർ ഈ ഏരിയയിൽ മൊത്തം പോപ്പുലറാവുകയും അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിലാണ് ബീവിയുടെ മകൻ മരിക്കുകയും അതിനുശേഷം ബീവിയും മരണപ്പെടുകയും അവരുടെ ഖബറുകളാണ് ഇവിടെ ഇതിനകത്ത് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ രോഗശാന്തിക്കും വളരെ പ്രശസ്തമാണ് ഈ സ്ഥലം ഭീമാപള്ളി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ സർവ്വവിധ മതസ്ഥരും ഇവിടെ വരികയും ഇതിൻ്റെ ആരാധനയിൽ പങ്കുകൊള്ളുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഈ ഭീമാപള്ളിയുടെ പ്രത്യേകത. ചരിത്ര പ്രാധാന്യമുള്ള
ഭീമാപള്ളിയിൽ നിന്നും ഞങ്ങൾ ട്രിവാൻഡ്രത്തിൻ്റെ മറ്റൊരു ഡെസ്റ്റിനേഷനിലേക്ക് പോവുകയാണ്. ട്രിവാൻഡ്രം വിസിറ്റ് ചെയ്യുന്ന എല്ലാവരും ഒരു മസ്റ്റ് വിസിറ്റ് പ്ലേസായിട്ട് തന്നെ എടുക്കേണ്ട ഒരു സ്ഥലമാണ് ഭീമാപള്ളി. മാത്രമല്ല, ഭീമാപള്ളിയുടെ ഇതിൻ്റെ മറുവശമുണ്ട്. ആ വശത്ത് റോഡുകളെല്ലാം ചെറിയ ചെറിയ ഷോപ്പുകളുണ്ട്. ഇൻ്റർനാഷണൽ ഗുഡ്സൊക്കെ കിട്ടുന്ന സ്ഥലങ്ങളാണ്. പണ്ടേ പോപ്പുലറാണ്. ഇങ്ങനെയുള്ള പണ്ട് കാസറ്റും വീഡിയോയും ഒക്കെ ഉണ്ടായിരുന്ന കാലത്തെല്ലാം ആൾക്കാർ അത് വാങ്ങാൻ വന്നിരുന്ന സ്ഥലം കൂടിയാണ് ഭീമാപള്ളി. അതുകൊണ്ട് ഏതായാലും ട്രിവാൻഡ്രം വിസിറ്റ് ചെയ്യുമ്പോൾ ഒരു മസ്റ്റ് വിസിറ്റ് പ്ലേസാണ് ഭീമാപള്ളി. ഞങ്ങൾ മറ്റൊരു ഡെസ്റ്റിനേഷനിലേക്ക് പോവുകയാണ്. ഭീമാപള്ളിക്ക് അടുത്താണ് വലിയതുറ. നമ്മൾ ഈ പുറകിൽ കാണുന്ന ഈ പാലത്തിന് ഒരു പ്രത്യേകതയുണ്ട്. മുമ്പ് ഇതൊരു ചെറിയ പോർട്ടായിട്ട് ഉപയോഗിച്ചിരുന്ന സ്ഥലമാണ്. ഷിപ്പെല്ലാം അവിടെ വന്ന് കിടക്കുകയും ഇവിടെ നിന്ന് വലിയ വള്ളങ്ങൾ പോയി ഷിപ്പിൽ നിന്ന് സാധനങ്ങൾ കൊണ്ടുവരികയും ചെയ്തുകൊണ്ടിരുന്ന സ്ഥലമാണ്. മാത്രവുമല്ല, ഒരുപാട് സിനിമകളുടെ സ്റ്റണ്ട് സീനൊക്കെ നടന്നിട്ടുള്ള ഒരു ബ്രിഡ്ജ് കൂടിയാണിത്. പക്ഷേ ഇപ്പോൾ ഒരു കടലിൻ്റെ ഫോഴ്സ് എന്ന് പറയുന്നത് ഇതിവിടെ തകർന്നിരിക്കുക. ഇവിടെ എല്ലാം തകർന്നു പോയി. അപ്പോൾ ഇനി അതൊന്നുകൂടെ റീബിൽഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ മുമ്പ് ആൾക്കാരൊക്കെ അങ്ങോട്ട് പോയിരിക്കുകയും ചൂണ്ടയിടുകയൊക്കെ ചെയ്യുമായിരുന്നു. മീൻ പിടിക്കാനുള്ള സൗകര്യം, അങ്ങോട്ട് പോയി പിടിക്കാനൊക്കെ ഉള്ള സൗകര്യമൊക്കെ ഉണ്ടായിരുന്നു. ഏതായിരുന്നാലും ഇവിടെ വരുമ്പോഴത്തേക്ക്, ഈ ഏരിയയിൽ വരുമ്പോൾ ഈ വലിയ തുറയിൽ ഈ ഒരു പാലവും വളരെ പോപ്പുലറാണ്.